ായി എടുക്കാം. ഹല്ലേലൂയ, സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിനകത്ത് വരുമ്പോൾ, ജോൺ ചാപ്റ്റർ 21, ഹല്ലേലൂയ, അതിനകത്ത് നമ്മൾ വരുമ്പോൾ, സ്തോത്രം, കർത്താവ് നമ്മൾ കാണുന്നു പത്രോസും കൂട്ടുകാരുമെല്ലാം അവരെ ആ യേശു വിളിച്ച ആ വിളിയിൽ നിന്ന് പുറത്തിറങ്ങി അവരവരുടെ പഴയ ജോലിക്കകത്തേക്ക് പോയി, അല്ലേ? അതിനകത്ത് എടുത്ത് ചാടി പുറത്തിറങ്ങിയത് പത്രോസാണ്. മറ്റുള്ളവർക്കൊന്നും എന്തോ ചെയ്യണമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ആ നിൽക്കുമ്പം പത്രോസ് അവർക്ക് വേണ്ടിയൊക്കെ അങ്ങ് തീരുമാനമെടുത്തു. പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുക. അന്നേരം അവരെല്ലാവരും പറഞ്ഞു, ഞങ്ങളും വരാമെന്ന് പറഞ്ഞ് അവരും പുറകെ ഇറങ്ങി. പക്ഷേ യേശു ഇല്ലാത്ത ഒരു ജീവിതത്തിനകത്ത് ഒന്നും കിട്ടത്തില്ല. അതാണ് അവിടെ കാഴ്ചവെക്കുക. അതാണ് അവിടെ വചനം നമ്മളെ എടുത്ത് കാണിക്കുന്നത്. അവരെ യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, യേശു പോയി, എല്ലാം കഴിഞ്ഞ് അവരിങ്ങനെ എന്തോ ചെയ്യണമെന്ന് ഇവർക്കും അറിയത്തില്ല. എന്നുവെച്ചാൽ ഇവർ 3.5 വർഷക്കാലം ഒരുവനെ മാത്രം കണ്ട് പിന്നാലെ ഇറങ്ങി. ഇവർക്ക് രാജ്യം ഭരിക്കാൻ പറ്റും, അങ്ങനെയൊക്കെ വലിയ സ്വപ്നത്തിൽ അവരിറങ്ങിയത്. പക്ഷേ ഇതൊന്നും നടക്കാതെ യേശു അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇവർ പ്രത്യാശ നഷ്ടപ്പെട്ടിട്ട് അവരിറങ്ങിപ്പോയത്. പലപ്പോഴും പലവരുടെ ഇടയിൽ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുമ്പം അവർ പഴയതിനകത്തേക്ക് പോകും, പിന്നോക്കത്തിനകത്തേക്ക് അവർ പോകും. സ്തോത്രം. അവർ പറയും, ഞാൻ ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ട് ഇത്രയും നാളും നടന്നിട്ടൊന്നും കിട്ടിയില്ലല്ലോ, ഞാൻ പഴയ നിന്നിടത്ത് തന്നെ ഞാൻ അങ്ങ് പോകാം, പഴയ രീതിയിലേക്ക് ഞാൻ പോകാം. ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടത് ഒരു ദേവദാസൻ പറഞ്ഞ്, വലിയ കഷ്ടതകളും പ്രശ്നങ്ങളും ഒക്കെ വന്നപ്പോൾ ദൈവത്തിനെ പ്രാഗിയ സമയമുണ്ട്. എന്തിനാ ഇങ്ങനെ നടന്നതെന്നൊക്കെ ചോദിച്ച് ദൈവത്തിനെ പ്രാഗിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. സ്തോത്രം. അപ്പം പലവരും അവരുടെ ജീവിതത്തിനകത്ത് പ്രത്യാശ നഷ്ടപ്പെട്ട അവസ്ഥകൾക്കകത്തൊക്കെ വരുമ്പോൾ അവർ പല കാര്യങ്ങൾ ചെയ്യും. നമ്മൾ കാണുന്ന പത്രോസ് പോലും യേശുവിനെ പ്രാഗി തള്ളിക്കളഞ്ഞു, അല്ലേ? അതൊന്നും നല്ലതാണെന്നല്ല. പക്ഷേ അവരുടെ ജീവിതത്തിനകത്ത് അങ്ങനത്തെ അനുഭവങ്ങൾ വന്നപ്പോൾ അവരങ്ങനെ ചെയ്തു. പക്ഷേ നമ്മൾ കാണുന്നു ഈ 21 അധ്യായത്തിൽ വരുമ്പോൾ അതിനകത്തൊരു വാക്യം എടുത്തു നിൽക്കുക. വേഴ്സ് നമ്പർ 3, ജോൺ ചാപ്റ്റർ 21 വേഴ്സ് നമ്പർ 3 ഇങ്ങനെ പറയുക, സൈമൺ പീറ്റർ said, I'm going fishing. We'll come too, they all said. So they went out in the boat, but they caught nothing all night. അവർ രാത്രി മൊത്തം അധ്വാനിച്ചു, പക്ഷെ അവരൊന്നും പിടിച്ചില്ല. യേശു കൂടെ ഇല്ലാതെ എത്ര പിടിക്കാൻ ശ്രമിച്ചാലും എത്ര അധ്വാനിക്കാൻ ശ്രമിച്ചാലും ഒന്നുമില്ല. വട്ടപൂജ്യമായിരിക്കും, ശൂന്യമായിരിക്കും. ഞാൻ പറയട്ടെ, യേശുവില്ലാത്ത പടക് ശൂന്യമായ പടക. യേശുവില്ലാത്ത അധ്വാനം ശൂന്യ അധ്വാനമാണ്. കിടന്ന് അധ്വാനിക്കാമെന്നേ ഉള്ളൂ, ഒന്നും മിച്ചം വെക്കത്തില്ല, ഒന്നും തികഞ്ഞു പറ്റത്തില്ല, ഒന്നും ഒരു കാര്യവുമില്ല. സ്തോത്രം. എന്നൊന്ന് പറഞ്ഞേ, എനിക്ക് യേശുവില്ലാത്ത അധ്വാനം എനിക്ക് വേണ്ട. ഹല്ലേലൂയ. ഇന്ന് ജീവിതത്തിനകത്ത് എവിടെയെങ്കിലുമൊക്കെ എത്ര അധ്വാനിച്ചിട്ട് ഒന്നും പ്രതിഫലം കാണുന്നില്ലേ? ഞാൻ പറയാം, യേശു കൂടാത്ത അധ്വാനമായിട്ടാണ് അത്. സ്തോത്രം. ബന്ധപ്പെടുന്നതേ ഉള്ളൂ, യേശുവിൻ്റെ ജോലിക്ക് ബന്ധപ്പെടുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ കാര്യങ്ങൾക്ക് വേണ്ടി ബന്ധപ്പെടുന്നതേ ഉള്ളൂ. യേശുവുമായിട്ടിരുന്ന് ബന്ധപ്പെടുന്നില്ല, യേശുവുമായിട്ടുള്ള ഒരു വാസമില്ല. സ്തോത്രം. അല്ലെങ്കിൽ യേശുവില്ല ആ പ്രവൃത്തിക്കകത്ത്. ഇവർ ഇറങ്ങിപ്പോയിട്ട് ഇവർ അധ്വാനിച്ചിട്ട് ഇവരൊന്നും രാത്രി മൊത്തം അധ്വാനിച്ചിട്ട് ഇവർക്കൊന്നും കിട്ടിയില്ല. പക്ഷേ 4-ാം തിരുവചനത്തിനകത്തേക്ക് വരുമ്പം നമ്മൾ കാണുന്നു, വേഴ്സ് നമ്പർ 4 നമ്മൾ കാണുന്നു, ദാണ്ട് രാവിലെ ആയപ്പം യേശു കർത്താവ് കരയ്ക്ക് നിന്ന് ചോദിക്കുക, ഫെലോസ്, ഹാവ് യു കോട്ട് എനി ഫിഷ്? 4-5 വാക്യങ്ങൾക്കകത്ത്. എന്നിട്ട് 4-ാം വാക്യത്തിനകത്തൊരു നല്ല ഒരു കാര്യം കിടപ്പുണ്ട്. യേശു ആ കരപ്പുറത്ത് നിന്നിട്ട് അവരോട് സംസാരിക്കുമ്പം അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന 4-ാം തിരുവചനം, ബട്ട് ദ ഡിസൈപ്പിൾസ് കുഡ്ന്റ് സീ ഹൂ ഹി വാസ്. അതൊന്ന് വായിച്ചേ, 4-ാം തിരുവചനം. നേരം പുലർക്കുമ്പോൾ യേശു കരയിൽ നിന്നിരുന്നു, യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. അകന്നു പോയത് കാരണം യേശു ആയിരുന്നെന്നറിഞ്ഞില്ല. ഇന്ന് പലവരും പ്രാർത്ഥനാ ജീവിതത്തിലും വിശ്വാസ ജീവിതത്തിനകത്തുമൊക്കെ അകന്നുപോയി. ദൈവപ്രവൃത്തി കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായി. ഹല്ലേലൂയ. ആ അവസ്ഥയ്ക്കകത്ത് എങ്ങനെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുമല്ലേ? ഇവർ കുറച്ച് ദിവസങ്ങളായതേ ഉള്ളായിരുന്നു. പക്ഷേ ഇവർ കുറച്ച് ദിവസങ്ങളായിട്ടും ഹല്ലേലൂയ ഇവർക്ക് കണ്ടിട്ട് തിരിച്ചറിഞ്ഞില്ല. വേറൊരു കാര്യവും കാണും അതിനകത്ത്. നമ്മൾ ചാപ്റ്റർ നമ്പർ 20 20-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 19-ാം തിരുവചനത്തിനകത്ത് നമ്മൾ നോക്കുമ്പം വേഴ്സ് നമ്പർ 19, ജോൺ 20:19 അതിനകത്ത് നമ്മൾ നോക്കുമ്പം നമ്മൾ കാണുന്നു, അടച്ചിട്ടിരുന്ന ഡോറും
ജനലുമെല്ലാം ഒരു അടച്ചിട്ട മുറിയ, അതിൻ്റെ അകത്തൂടെ യേശു കയറി അവരുടെ മധ്യേ വന്ന് നിപ്പുണ്ടായിരുന്നു. ഹല്ലേലൂയ. സ്പിരിറ്റ് മാൻ. അപ്പം യേശു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിട്ടാണ് ഭൂമിയിൽ ജീവിച്ച്. യേശു മരിച്ച് സ്വർഗാരോഹണം ചെയ്ത് കഴിഞ്ഞ് യേശുവിന് പിന്നെ പരിമിതിയില്ലാത്ത ശരീരമായിരുന്നു. എന്തിനകത്തൂടെയും കയറി ഇറങ്ങാമായിരുന്നു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഗോസ്റ്റ് അല്ല, പക്ഷേ ദൈവമായതുകൊണ്ട് ഹല്ലേലൂയ യേശുവിന് അത് സാധിക്കുമായിരുന്നു. യേശു ആ ഭിത്തിയുടെ ഇടയിൽ കൂടെ, ആ വാതിലിൻ്റെ അകത്തൂടെ യേശു കടന്ന് അവരുടെ നടുവിൽ വന്ന് നിൽക്കുക. എല്ലാം സാധ്യമാണ് കർത്താവിന്. അപ്പം യേശുവിനെ ഇവർക്ക് തിരുവചനം പറയുന്ന 4-ാം തിരുവചനത്തിൽ പറയുന്നു, ഡിസൈപ്പിൾസിന്, ശിഷ്യന്മാർക്ക് കാണുന്നില്ലായിരുന്നു അവൻ ആരായിരുന്നെന്ന്. അപ്പോൾ ആ തേജസ്സേറിയ യേശുവിനെ അവർക്ക് കണ്ടിട്ട് തിരിച്ചറിഞ്ഞില്ല. ഹല്ലേലൂയ. അവരെ അകന്നുപോയി, അവർക്ക് മനസ്സിലാവുന്നില്ല. അവർ കുറച്ച് ദിവസം മുമ്പ് ഇങ്ങനെ കണ്ടത്, അവരുടെ നടുവിൽ വന്ന് ഇറങ്ങി നിൽക്കുന്നത് കണ്ടതാണ്. പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ, ചിലപ്പോൾ മാസങ്ങൾ കഴിഞ്ഞോ, അല്ലെങ്കിൽ ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങളൊന്നും കഴിഞ്ഞ് കാണത്തില്ല, ദിവസങ്ങൾ കഴിഞ്ഞു. ഈ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവർക്ക് യേശുവുമായിട്ട് അകന്നു നിന്നത് കാരണം, അകന്നു പോയത് കാരണം ആരാണെന്ന് പോലും തിരിച്ചറിഞ്ഞില്ല. ഇന്ന് പലവരും ദൈവത്തിൽ നിന്ന് അകന്നത് കാരണം ദൈവശബ്ദം കേൾക്കുന്നില്ല, അല്ലേ? നമ്മൾ പഴയ നിയമമല്ല, ആദ്യകാലത്തെ പരിശുദ്ധാത്മാവ് സഭയുടെ മേൽ വന്നു കഴിഞ്ഞ് ഉള്ള ആ ഒരു കാലഘട്ടം ഒന്ന് നോക്കിക്കേ. അവർ യേശുവിൻ്റെ ശബ്ദം കേൾക്കുന്നു, അവർ അത്ഭുതങ്ങൾ കാണുന്നു, അവരോട് കർത്താവ് സംസാരിക്കുന്നു. അനന്യാസിനോട് ദൈവം സംസാരിക്കുന്നു, അല്ലേ? കർത്താവ് സംസാരിച്ചിട്ട് പറയുന്നു, അനന്യാസെ നീ പോയി പൗലോസിൻ്റെ മേൽ കൈവെക്ക് എന്നൊക്കെ പറയുന്നു, അല്ലേ? ദൈവം അവരെ നയിക്കുന്നു. ഇന്നെന്താ അതൊന്നും നടക്കാത്തത്? ഇന്ന് പലവരുടെ ഇന്ന് ചിലവർക്ക് മാത്രം അത് വിട്ടുകൊടുത്തിരിക്കുക, അല്ലേ? ദൈവദാസന്മാർക്കും ദൈവദാസികൾക്കും അല്ലെങ്കിൽ കർത്താവുമായിട്ട് അധികം ഇരിക്കുന്നവർക്കും മാത്രം വിട്ടുകൊടുത്തിരിക്കുക. മറ്റുള്ളവർക്ക് എന്താ കിട്ടാത്തത്? കിട്ടും. മറ്റുള്ളവർക്കും എല്ലാവർക്കും, യേശുവിനെ തേടിയിറങ്ങിയ സകലർക്കും അവകാശമുള്ളത് ഈ ബന്ധങ്ങൾ, ദൈവവുമായിട്ടുള്ള ബന്ധം. യേശുവിൽ നിന്ന് കേൾക്കുന്നതും വിഷൻസ് കാണുന്നതും ദർശനങ്ങൾ കാണുന്നതും കർത്താവിൽ നിന്ന് പ്രാപിക്കുന്നതും അഭിഷേകത്താൽ നിറയുന്നതും രോഗി സൗഖ്യമാകുന്നതും പോകുന്നിടത്ത് ഭൂതങ്ങൾ അലറി പോകുന്നതുമൊക്കെ, ഇതൊക്കെ ക്രിസ്തുവിൽ വന്ന സകലർക്കും അവകാശമുള്ളതാണ്. പക്ഷെ എന്താ ഇന്നതൊന്നും കാണാത്തത്? ബന്ധം എവിടെയോ ചോർന്നുപോയി, ബന്ധം എവിടെയോ അകന്നുപോയത് കാരണം പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. അനോയിൻറ്റിങ് എവിടെയോ പോയി. നമ്മുടെ പലവരും യേശുവിൽ വന്നിട്ട് ജീവിതത്തിൻ്റെ വഴികളൊന്നും നേരെയാക്കുന്നില്ല, പഴയതൊന്നും വിട്ടുകളയുന്നില്ല. പഴയ മനുഷ്യൻ ഉരിഞ്ഞു, ഒക്കെ ശരിയാ, പക്ഷേ ആ പഴയ സ്വഭാവങ്ങൾ ഇച്ഛ തെറ്റിയപ്പോഴത്തേക്ക് പത്രോസ് പറഞ്ഞു, ഞാൻ പോവുക, എൻ്റെ പഴയ തൊഴിലിനകത്തേക്ക് പോകുക. ഒരു അല്പം സുഖം കുറഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ പറയും, ഓ ഞാനിനി ഇവിടെ ഇല്ല, ഞാൻ അവിടെ, ഞാൻ പഴയതിനകത്ത് പോവാ, ഞാൻ നിന്നിടത്ത് തന്നെ ഞാൻ പോവാ. ഇത് ശരിയാവത്തില്ല. അല്ലെങ്കിൽ ഒന്ന് തൊട്ടാൽ മതി, പൊട്ടിത്തെറിക്കും, ദേഷ്യപ്പെടും, ബഹളം വെക്കും, തനി രൂപം പുറത്തൊക്കെ വരും, അല്ലേ? ഇവരുടെയൊക്കെ തനി രൂപം പുറത്ത് വന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ. അത് കാരണം എന്ത് പറ്റി? അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല. ഹല്ലേലൂയ. അവരുടെ അകത്തൂടെ അത്ഭുതം നടന്നില്ല. സ്തോത്രം. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നു, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് അവരെ ഉറപ്പിക്കുക. പരിശുദ്ധാത്മാവ് വന്ന് കഴിഞ്ഞാലേ ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവ് വരിക മാത്രമല്ല, നമ്മൾ കാണുന്നു, പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞ് ഇവർ ക്രിസ്തുവിലായി കഴിഞ്ഞപ്പോൾ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി ഇത് കഴിഞ്ഞ ഉടനെ അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് കാണുന്നു, പിന്നെ സഭയെ ഉറപ്പിക്കുക, അല്ലേ? ഇന്ന് ഹല്ലേലൂയ, ഇന്ന് നമ്മൾ പുതിയ നിയമ സഭയിൽ ഉള്ളവരാ. ഹല്ലേലൂയ. യേശുവിൻ്റെ അനുയായികൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി നിൽക്കുമ്പോൾ ഹല്ലേലൂയ അത്ഭുതങ്ങൾ നമ്മളുടെ മധ്യേ നടക്കണം. മടങ്ങി വരാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇവർ കാണുന്നു, ഇവരൊന്നും പിടിച്ചില്ല, ഒരു അത്ഭുതവും നടന്നില്ല, വട്ടപൂജ്യമായി. അപ്പോൾ ഇവരുടെ കയ്യിൽ കഴിക്കാനൊന്നുമില്ല, മുഴുപട്ടിണി, ഇവരെങ്ങോട്ട് പോകണമെന്നറിയത്തില്ല, ഒന്നുമില്ല, യേശുവുമായിട്ട് ഒരു ബന്ധവുമില്ല, ഇവർക്ക് പ്രാർത്ഥിക്കാനും അറിയില്ല. പരിശുദ്ധാത്മാവ് ഇവരുടെ മേൽ വരാത്തത് കാരണം ഇവർക്കൊരു ഉറപ്പുമില്ല, ഒന്നുമില്ല. ഇവരുടെ കാര്യം ഓർത്താൽ നമുക്ക് സങ്കടം തോന്നും. ഇവർക്ക് അതിൻ്റെ അപ്പുറം ഇവർക്ക് യേശുവിനെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞുമില്ല. ഹല്ലേലൂയ, സ്തോത്രം.
യേശു എന്നിട്ട് ചോദിക്കുക 5-ാം തിരുവചനത്തിൽ കുഞ്ഞുങ്ങളെ, ഇവിടെ ചില അതിൻ്റെ ഗ്രീക്ക് ഒറിജിനൽ ട്രാൻസ്ലേഷനിൽ കുഞ്ഞുങ്ങളെ എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ അവിടെ ചോദിക്കുന്ന ഫെലോസ്, ഹാവ് യു കോട്ട് എനി ഫിഷ്? അതൊന്ന് വായിച്ച 5-ാം തിരുവചനം. യേശു അവരോട്, കുഞ്ഞുങ്ങളെ, മീൻ വല്ലതും ഉണ്ടോ? സഹോദരന്മാരെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ, മീൻ വല്ലതും ഉണ്ടോ? ഹല്ലേലൂയ. അവർ പറഞ്ഞു ഇല്ല എന്നവർ ഉത്തരം പറഞ്ഞു. 6-ാം തിരുവചനത്തില് അവരോട് പിന്നെയും പണ്ട് ലൂക്കാ സുവിശേഷം 5-ാം അധ്യായത്തിൽ നടന്ന അതേ കാര്യം അവരോട് പറയുക. എന്നാ നിങ്ങൾ വലയെടുത്ത് ബോട്ടിൻ്റെ വലത്ത് വശത്തോട്ട് വീശ്, എന്നിട്ട് യു വിൽ ഗെറ്റ് സം. ത്രോ ഔട്ട് യുവർ നെറ്റ് ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ ബോട്ട് ആൻഡ് യു വിൽ ഗെറ്റ് സം. കണ്ടോ, യേശു വന്നു കഴിഞ്ഞാൽ പിന്നെ ഉപദേശമാണ്, പിന്നെ പറഞ്ഞു തരും എന്താണ് ജീവിതത്തിനകത്ത് ചെയ്യേണ്ടതെന്ന്, വഴി തരും. ഹല്ലേലൂയ. യേശു ജീവിതത്തിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ന് ആ ബന്ധങ്ങളൊക്കെ ഒന്ന് പുതുക്കിയാൽ മതി. യേശു വീണ്ടും പറഞ്ഞു തരും എന്താ ചെയ്യേണ്ടതെന്ന്. ആ ബന്ധമൊന്ന് വീണ്ടും കർത്താവുമായിട്ടൊന്ന് ഇരുന്നാൽ മതി, യേശുവുമായിട്ടൊന്ന് പറ്റിച്ചേർന്നാൽ മതി. കർത്താവ് പറഞ്ഞു തരും അടുത്ത സ്റ്റെപ്പ് എന്താ എടുക്കേണ്ടത്, എങ്ങോട്ടാ പോകേണ്ടത്, ആരെയാ കാണേണ്ടത്, എന്താ ചെയ്യണ്ടേ. ഹല്ലേലൂയ. യേശുവുമായിട്ട് ഒന്ന് ശബ്ദം കേൾക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക്, അവരൊന്ന് മറുപടി പറഞ്ഞ് ശബ്ദമൊക്കെ കേൾക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് യേശു അവരോട് പറയുക, ദാണ്ട് ബോട്ടിൻ്റെ അപ്പുറത്തോട്ടൊന്നിട്, വലയിട്ട് എടുക്ക്. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഇവർ മീനൊക്കെ പിടിച്ചു, ബോട്ട് നിറഞ്ഞു, ഇവർ പത്രോസിനെ തിരിച്ചറിഞ്ഞില്ല, എല്ലാം നമ്മളതെല്ലാം വായിക്കുന്നുണ്ട്. 9-ാം തിരുവചനം, ആ വാക്യം ഒന്ന് വായിക്കാം. 21:9. When they got there, they found breakfast waiting for them, fish cooking over a charcoal fire and some bread. എന്ന് വായിച്ചേ. കരക്കിറങ്ങിയപ്പോൾ അവർ തീക്കനൽ കൂട്ടിയിരിക്കുന്നതും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. സ്തോത്രം. യേശു കടലിനകത്ത് ഇറങ്ങിയില്ല, പക്ഷേ ഇതേ മീനിനെ ചുട്ടുകൊണ്ടിരിക്കുക. യേശു അവിടെ ഒന്നും ചെയ്തില്ല, അവിടെ നിന്നും കടയിൽ നിന്നൊന്നും പോയത് കണ്ടില്ല. പക്ഷെ അവിടെ ബ്രെഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, ബ്രെഡ് ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുക. എവിടുന്നോ പിടിച്ച മീൻ അല്ലേ, എവിടുന്നാ? കർത്താവിൻ്റെ കയ്യിൽ മുന്നമേ എല്ലാം ഉണ്ട്. അല്ലേ? എന്നിട്ട് അടുത്ത വാക്യത്തിനകത്ത് യേശു പറയുക, ബ്രിങ് സം ഓഫ് ദ ഫിഷ് യു ഹാവ് ജസ്റ്റ് കോട്ട്. നിങ്ങളിപ്പം പിടിച്ച മീനിനെയും കൂടെ നിങ്ങളൊന്ന് കൊണ്ടുപോകുക, അത് ചുട്ടുതരാം. അപ്പം ലോകസ്ഥാപനത്തിന് മുമ്പേ കർത്താവിൻ്റെ കയ്യിൽ സകലതുമുണ്ട്. അതിൽ നിന്ന് ഇവർക്ക് കൊടുക്കുന്നത്. ഹല്ലേലൂയ. ഇവരെ കരയ്ക്കെത്തിയപ്പോൾ യേശു കർത്താവ് അവർക്ക് വേണ്ടി വിരുന്നൊരുക്കി വെച്ചിട്ട് അവരെ വിളിച്ചത്. യേശു മീൻ, ഇവരുടെ കയ്യിലെ മീനല്ല, പക്ഷേ യേശു പിടിച്ച മീനുമല്ല, അത്ഭുതവാൻ്റെ കയ്യിൽ അത്ഭുതകരമായി മുമ്പേ കരുതിയ മീനും അപ്പവും എല്ലാം ഉണ്ട്. എല്ലാം അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടാണ് അവരെ വിളിച്ചത്. ഹല്ലേലൂയ. അവർക്ക് വേണ്ടി കഴിക്കാനുള്ള സകലതും ഒരുക്കി വെച്ചിട്ടാണ് അവരെ വിളിച്ചത്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ വന്ന് വല്ലതും കഴിക്ക്. ഹല്ലേലൂയ. എന്നിട്ട് പറയാ, ഇപ്പം നിങ്ങൾ പിടിച്ചതും കൂടെ എൻ്റെ കയ്യിൽ തന്നെ. ഞാൻ ഇത് ഇന്നലെ ഇരുന്ന് ഇങ്ങനെ ഞാൻ വായിച്ചപ്പം എൻ്റെ മനസ്സിനകത്ത് വന്ന ഒരു ചിന്തയാണ്, എൻ്റെ കർത്താവിൻ്റെ കയ്യിൽ ഗുപ്തനിധികളുണ്ട്. എൻ്റെ കർത്താവിൻ്റെ കയ്യിൽ ആരും കണ്ടിട്ടില്ലാത്ത നന്മയുണ്ട്. എൻ്റെ കർത്താവിൻ്റെ കയ്യിൽ ഇപ്പം ഉണ്ടായതൊന്നുമല്ല, പണ്ടേ ഉള്ളതുണ്ട്. സ്തോത്രം. പുരാതന സമ്പത്തിൻ്റെ ഉടമയാണ് എൻ്റെ കർത്താവ്. നേരത്തെ എല്ലാം ഒരുക്കി വെച്ചിരിക്കുക നമുക്ക് വേണ്ടി. ഈ ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പേ നമുക്ക് വേണ്ടി സകലതും ഒരുക്കി വെച്ചിരിക്കുക. നമ്മളെ വിളിക്കുന്നതിന് മുമ്പേ നമുക്ക് വേണ്ടിയുള്ള സകലതും ഒരുക്കി വെച്ചിരിക്കുക. ഇവരെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നതിന് മുമ്പേ എവിടുന്നോ കർത്താവ് അത്ഭുതകരമായി ദൈവമായതിനാൽ ഹല്ലേലൂയ, എൻ്റെ കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ അത് എവിടുന്ന് വന്നെന്ന്. നല്ല വൃത്തിയുള്ള മീനും അപ്പവും ഒക്കെ ചുട്ട് അവർക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുക. എന്നിട്ട് അത് കൂടാതെ അല്പം പുതിയതും, അപ്പം പുരാതനത്തിൻ്റെ കൂടെ അല്പം പുതിയതും കൂടെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി. ഹല്ലേലൂയ. സ്തോത്രം. ഇത് നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുമ്പോൾ ഞാൻ ഉറപ്പും ധൈര്യവും പറയട്ടെ, കർത്താവ് എല്ലാം ഒരുക്കി വെച്ചിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. പുരാതന സമ്പത്തിൻ്റെ ഉടമയായവൻ ഹല്ലേലൂയ നമുക്ക് വേണ്ടി സകലതും, നമ്മുടെ ഭാവിക്ക് വേണ്ടി സകലതും തൻ്റെ നന്മയ്ക്കകത്തുനിന്ന് കരുതി വെച്ചിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളൊന്നും കിടന്ന് ബന്ധപ്പെട്ട് അധ്വാനിച്ച് കൊണ്ടിരണ്ട. കർത്താവ് എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ആ നന്മയ്ക്കകത്തേക്കൊന്ന് കയറിയാൽ മതി. ഹല്ലേലൂയ. നമ്മൾ അധ്വാനിക്കേണ്ടെന്ന് പറയുന്നില്ല,
പക്ഷെ കർത്താവിനോട് പറ്റിച്ചേർന്നിരുന്ന് അധ്വാനിച്ചാൽ ഫലം കായ്ക്കും. ഇവര് കർത്താവുമായിട്ട് പറ്റിച്ചേരാതിരുന്ന് അധ്വാനിച്ചതാ തിരുവചനം പറയുന്നത്. അവരൊന്നും പിടിച്ചില്ല. പക്ഷെ യേശുവിൻ്റെ വാക്ക് കേട്ടപ്പോൾ അവർ വല വീശിയപ്പോൾ അവർ അത്ഭുതകരമായി നിറച്ചു പിടിച്ചു. അതിൽ നിന്ന് അല്പം തരാനെന്ന് കർത്താവ് പറഞ്ഞത്. അതും കൂടെ അവർക്ക് ചുട്ടുകൊടുത്തു. ഹല്ലേലൂയ. എന്നിട്ട് അവർക്ക് വയറ് നിറച്ച് അവരെ പോഷിപ്പിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഇത് ഞാൻ ഈ ഫോക്കസ് ചെയ്യുന്ന ഭാഗം ഇതാണ്. 9-ാം തിരുവചനം. അവരെ കരയ്ക്കെത്തിയപ്പോൾ അവർക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നത് അവർ കണ്ടു. ഹല്ലേലൂയ. ജോൺ 21 വേഴ്സ് നമ്പർ 9. ഹല്ലേലൂയ. അവരവിടെ എത്തിയപ്പോൾ അവർക്ക് വേണ്ടി ആഹാരം വെയിറ്റ് ചെയ്യുമായിരുന്നു. ഞാൻ പറയട്ടെ, കർത്താവിലാകുന്നവർക്ക് വേണ്ടി നന്മ ഒരുക്കി വച്ചിരിക്കുക. ഒരു ദേശത്ത് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അവിടെയുള്ള നന്മ ഒരുക്കി വെക്കും കർത്താവ്. ഹല്ലേലൂയ. അതാ കർത്താവ് പറഞ്ഞ്, നിങ്ങൾ പോകുമ്പോൾ നിങ്ങളവിടെ നിങ്ങൾക്ക് അനുകൂലമായ ഒരു ഭവനം കാണുമ്പോൾ ആ ഭവനത്തിൽ നിങ്ങൾ താമസിക്കുക. അവിടെ നിങ്ങൾക്കുള്ളത് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നൊന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കുള്ളത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നെ കർത്താവ് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ തിരഞ്ഞെടുപ്പിനനുസരിച്ചുള്ള നന്മ എനിക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്തോത്രം. കർത്താവ് ഒരു ജോലിയിലാക്കുവാണെങ്കിൽ ആ ജോലിയിൽ നിങ്ങൾക്ക് വേണ്ട നന്മ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു ദേശത്ത് വിടുവാണെങ്കിൽ ആ ദേശത്തുള്ള നന്മ നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് ജീവിതത്തിനകത്ത് എവിടെയാണ് ഇന്നൊരു ഒരു കുടുംബ ജീവിതത്തിനകത്ത് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ട നന്മകൾ കർത്താവ് ആ കുടുംബത്തിനകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. മക്കളെ തരുമ്പോൾ മക്കൾക്ക് വേണ്ട നന്മ കർത്താവ് മുന്നമേ ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്തിനാ നമ്മളൊക്കെ വെറുതെ കിടന്ന് ബന്ധപ്പെട്ട് 24 മണിക്കൂറിനകത്ത് 20 മണിക്കൂറും ബന്ധപ്പെടും, അരമണിക്കൂർ പോലും കർത്താവിന് കൊടുക്കാൻ സമയമില്ല. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, വാഗ്ദത്തങ്ങൾ അടുക്കും തോറും നിങ്ങളുടെ ജീവിതത്തിനകത്ത് വിടുതലിൻ്റെ സമയം ആവും തോറും പ്രാർത്ഥിക്കാനും നിന്ന് തിരിയാനും സമയമില്ലാത്ത വണ്ണമായിത്തീരും. പക്ഷേ മുന്നേറണം, പ്രാർത്ഥനയിൽ ജയിക്കണം. ഹല്ലേലൂയ. കർത്താവുമായിട്ട് പറ്റിച്ചേർന്നിരിക്കണം. പത്രോസ് അകന്നുപോയി, കൂട്ടുകാരകന്നുപോയി. അതാ അവർക്ക് യേശുവിനെ കണ്ടിട്ട് തിരിച്ചറിയാൻ പറ്റാഞ്ഞത്. പക്ഷേ സകലതിലും സ്നേഹിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. നമ്മളെ ഇപ്പോഴും നമ്മൾ എത്ര അകന്നു പോയാലും നമ്മളെ എത്രയധികം സ്നേഹിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ പിന്നാലെ നടന്ന് അനുഗ്രഹിക്കാൻ മതിയായവനാ. സ്തോത്രം. ഞാൻ പറയട്ടെ, ഇവര് അകന്നു പോയത് കാരണം ഇവരുടെ അതാ ഭൂമിയിലും അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. അകന്നു പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കർത്താവ് നമ്മളെ വിട്ടേച്ച് പോകത്തില്ല, ഒരിക്കലും നമ്മളെ വിട്ടേച്ച് പോകത്തില്ല. പക്ഷേ നമ്മുടെ നന്മകളും നമ്മുടെ വാഗ്ദത്തങ്ങളും നമ്മുടെ കയ്യിൽ വരാനായിട്ട് വൈകിപ്പോകും. ഹല്ലേലൂയ. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നല്ലേ. പത്രോസും കൂട്ടുകാരും എല്ലാം യേശുവിനെ ഇട്ടേച്ചു പോയി. ആകെ യോഹന്നാൻ മാത്രമേ യേശുവിനോടൊപ്പം നിന്നുള്ളൂ. ബാക്കി എല്ലാവരും ഇട്ടേച്ചു പോയി, അകന്നുപോയി, പ്രാഗിപ്പോയി, കുറ്റം പറഞ്ഞ് ചോടിപ്പോയി, പലതും നടന്നു, അകന്നുപോയി. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിനകത്തൊക്കെ നന്മ വെളിപ്പെടാനായിട്ട് വൈകിപ്പോയി. സ്തോത്രം. ഒരു നന്മയും വെളിപ്പെട്ടില്ല. ഒടുവിൽ വീണ്ടും കർത്താവിന് ഇവരെ വീണ്ടും എടുക്കേണ്ടത് കാരണം വീണ്ടും അത്ഭുതം ചെയ്ത് ഇവരെ വീണ്ടും പിടിച്ചെടുക്കുമായിരുന്നു. സ്തോത്രം. ഇവർക്ക് വേണ്ടി മുന്നമേ ഉള്ളതെ ഒരുക്കി വെച്ചിട്ട് ഇവരെ വിളിക്കും. എത്ര സ്നേഹമുള്ള കർത്താവ് അല്ലേ. എത്ര ഇട്ടേച്ചു പോയാലും എത്ര തള്ളിക്കളഞ്ഞാലും ഒരു നാളും തള്ളിക്കളയാത്ത വിശ്വസ്തനായ നല്ല ദൈവം. ഇന്നൊന്ന് പറഞ്ഞ്, എനിക്കൊന്ന് വിശ്വസ്തയോടെ കർത്താവിൻ്റെ കൂടെ നിൽക്കാൻ എന്നെ ഒന്ന് സഹായിക്കണേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന ഇതായിരിക്കണം. യേശു എന്നോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു അല്പമെങ്കിലും സ്നേഹം എനിക്കൊന്ന് തിരിച്ചു കാണിക്കാൻ എന്നെ ഒന്ന് സഹായിക്കണം. യേശുവിനെ പോലെ ആയിത്തീരുവാൻ എന്നെ ഒന്ന് സഹായിക്കണം. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വേണ്ടി ഹല്ലേലൂയ പുരാതന സമ്പത്തിൽ നിന്ന് ഒരുക്കി വെച്ചിരിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ചില തടസ്സങ്ങൾ മാറി, ചില ഇരുട്ടിൻ്റെ അധികാരങ്ങൾ മാറി. ഹല്ലേലൂയ. കർത്താവ് ജീവിതത്തിനകത്ത് ഒരുക്കി വെച്ചിരിക്കുന്ന ആ പുരാതന സമ്പത്തുകൾ ജീവിതങ്ങൾക്കകത്ത് വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, എന്ന് പ്രവചിച്ചു പറയുന്നു. ഹല്ലേലൂയ. ചില പുരാതന സമ്പത്തുകൾ ജീവിതത്തിനകത്ത് വെളിപ്പെടട്ടെ. യേശു ഒരുക്കി വെച്ചിരിക്കുന്ന നന്മകൾ ഈ ദിവസങ്ങളിൽ ജീവിതത്തിനകത്ത് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. യേശുവിൻ്റെ കൂടെ ഇരിക്കുവാൻ, യേശുവിനോടൊപ്പം വാസം ചെയ്യുവാൻ, യേശുവിൽ നിന്ന് നന്മ പ്രാപിക്കുവാൻ കർത്താവ് ഓരോരുത്തരെയും സഹായിക്കട്ടെ. യേശു അവിടെ അവർക്ക് ആഹാരം വെച്ചിട്ട് പോവുമല്ലായിരുന്നു. യേശു അവരെ വിളിച്ചു,
കൂടെ ഇരുന്ന് അവരെ ഭക്ഷണം കഴിക്കാനായിട്ട് ക്ഷണിച്ചു. ഹല്ലേലൂയ. അവർ കൂടെ ഇരുന്ന് ആഹാരം കഴിച്ചു. സ്തോത്രം. ഒരുമിച്ച് അവരിരുന്നത്, ഒരുമിച്ചിരുന്ന് അവർ അപ്പം മുറിച്ചു, ഒരുമിച്ചിരുന്ന് അവർ മീൻ ഭക്ഷിച്ചു, ഒരുമിച്ച് അവർ സന്തോഷമായിട്ട് പങ്കുവച്ചു. അത് കഴിഞ്ഞാണ് പത്രോസിനെ അവർ യേശു കർത്താവ് ദൗത്യം ഏൽപ്പിക്കുന്നത്. ഇന്നത്തെ പ്രാർത്ഥന ഇതായിരിക്കണം: കർത്താവെ, അങ്ങ് എനിക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന നന്മ ഞാൻ കാണാതെ പോകാൻ ഇടയാവല്ലേ. ഹല്ലേലൂയ. കർത്താവുമായിട്ട് പറ്റിച്ചേർന്നിരിക്കണം. കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന ആ നന്മ, പുരാതന സമ്പത്ത് കാണാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എത്ര സ്നേഹമുള്ള കർത്താവ്. ഹല്ലേലൂയ. നമ്മളെ സ്നേഹിച്ച് 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 നമ്മളെ കർത്താവിൻ്റെ ആ പദ്ധതിക്കകത്തേക്ക് നമ്മളെ വിളിച്ചിറക്കി കൊണ്ടുവന്ന് ഈ മഹാഭാഗ്യത്തിനെ ഓർത്ത് സ്തോത്രം പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് സകല നന്മയാൽ നിറയ്ക്കട്ടെ. ചില വാഗ്ദത്തങ്ങൾ പൊങ്ങി വരട്ടെ ജീവിതത്തിനകത്ത്. ഹല്ലേലൂയ. പുരാതന സമ്പത്തുകൾ പൊങ്ങി വരട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.